എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വ്യത്യസ്തമായ 3 വിഭവങ്ങളാണ് തയ്യാറാക്കുന്നത്. ലെയർ പത്തിരി, ഓട്ടട, അട. അതിനായി നമുക്ക് മെയിനായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ എലൈറ്റിൻ്റെ അരിപ്പൊടിയാണ് എടുത്തു വച്ചിരിക്കുന്നത്. 400 ഗ്രാം ബോൺലെസ് ചിക്കൻ, സബോള 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, ഗരം മസാല 1/2 സ്പൂൺ, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 3 എണ്ണം കൂടെ നന്നായിട്ട് ചതച്ച് വെച്ചത്. ചിക്കൻ ഞാനിവിടെ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചതാണ്. ഇതിൽ എല്ലൊക്കെ കളഞ്ഞ് വേവിച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. ഒരുപാട് അരയ്ക്കാൻ പാടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഞാനിത് ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് അരയ്ക്കാൻ പാടില്ല. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെക്കുകയാണ്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്യാണ്. ഇനി വെളിച്ചെണ്ണയാണ് ഇതിൽ യൂസ് ചെയ്യണത്. വെളിച്ചെണ്ണ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഞാൻ അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സബോള ആഡ് ചെയ്യാം. ഞാൻ 2 സബോളയാണ് ഇവിടെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സ്വല്പം ഉപ്പ് ആഡ് ചെയ്യാം. ഞാനൊരു 1/2 സ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്യണത്. ഞാൻ ചിക്കൻ വേവിച്ചപ്പോൾ അതിൽ സ്വല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് 1/2 സ്പൂൺ ഇടുന്നത്. നിങ്ങളതൊക്കെ നോക്കി അതിനനുസരിച്ച് ഇടണം. ഇനി ഇത് ഒത്തിരി ഫ്രൈ ആയി ഒന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ സമയത്തേക്ക് ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. ആദ്യം ഞാനിതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി ഒരു മൂത്ത മണം വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മസാലകളൊക്കെ മൂത്ത് നല്ല മണം വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഫ്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് ഈ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കണം. ഇതിൽ നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റില്ല. ഇത് ഡ്രൈ ആയിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. അതുകൊണ്ട് ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് ചിക്കനിലേക്ക് ഗ്രേവി പിടിക്കാനായിട്ട് ഇളക്കണതിന് പകരമായിട്ട് നമുക്ക് കൊത്തി 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 ഇങ്ങനെ എടുക്കാം. അതായത് ഇങ്ങനെ ഇതേപോലെ ഒരു വീതിയുള്ള ഒരു കയ്യിലായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. അത് എന്നിട്ട് നമ്മൾ മെല്ലെ മെല്ലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കൊത്തി കൊത്തി ഇങ്ങനെ മൊത്തത്തിൽ ഇളക്കല്ല, കൊത്തി കൊത്തി ഇളക്കണ സമയത്ത് ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കറക്റ്റായിട്ട് വരും. ഇത് ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ പിടിക്കും, പക്ഷെ അതൊരു ഗ്രേവി ആയിട്ട് വരും. അന്നേരം നമുക്ക് പത്തിരി ഉണ്ടാക്കുമ്പോൾ അതിൽ ഫില്ല് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊത്തി കൊത്തിയായിട്ട് ചെയ്യുമ്പോൾ അതിലേക്ക് നന്നായിട്ട് ഇത് പിടിക്കും. ഇനി ചിക്കൻ്റെ അളവിലൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഞാൻ 500 ഗ്രാം ചിക്കനാണ് വാങ്ങിച്ചിരുന്നത്. അതിലെ എല്ലൊക്കെ കളഞ്ഞു കഴിഞ്ഞപ്പോൾ 400 ഗ്രാമായി മാറി. അതാണ് ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇതിലിപ്പോൾ ചിക്കൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിക്കന് പകരം മട്ടനോ ബീഫോ അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയതോ ഈ സമയത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ കറക്റ്റാണ്. ഇതിപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ പത്തിരിയിലേക്കുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്.
ഫില്ലിങ് കറക്റ്റായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് പത്തിരി നനയ്ക്കാനായിട്ട്. പത്തിരി നനച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റി വയ്ക്കാൻ പറ്റില്ല, ചൂടോടെ തന്നെ ചെയ്യണം. അതിനാണ് ആദ്യം നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കി വെച്ചത്. ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാനായിട്ട് വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഞാനിവിടെ 250 ml ഗ്ലാസ്സിലെ 1 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1/2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇനി നമുക്ക് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് എനിക്ക് 2 ഗ്ലാസ് ഏകദേശം വെള്ളമാണ് ആവശ്യം വരിക. പക്ഷെ ഒരു 3 ഗ്ലാസ് വെള്ളമൊക്കെ, അതായത് 200 ml ഗ്ലാസ്സിൽ 3 ഗ്ലാസ്സൊക്കെ വെള്ളം വെച്ച് നമ്മൾ തിളപ്പിക്കണം. നമ്മുടെ പൊടിക്കനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് പറയാനായിട്ട് സാധിക്കില്ല. എങ്കിലും ഒരു 2 ഗ്ലാസ് വെള്ളമൊക്കെ നമുക്കിതിലേക്ക് ആവശ്യം വരും. നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം. അതായത് നല്ല ചൂടോടെ ആയിട്ട് കുഴയ്ക്കണം. എങ്കിലാണ് പത്തിരി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ടേസ്റ്റിന് കിട്ടുള്ളൂ. അതിനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. കൈ വെച്ച് നന്നായിട്ട് കുഴയ്ക്കാം. ഞാൻ സാധാരണ വീട്ടിൽ വറുത്ത പൊടിയാണ് ഇതിന് ഉപയോഗിക്കാറ്. പൊടി കഴിഞ്ഞതുകൊണ്ട് ഞാൻ പുറമൊന്ന് വാങ്ങിച്ചതാണ്. എലൈറ്റിൻ്റെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഏത് പൊടിയായാലും നല്ലതാണ്. പക്ഷെ എനിക്ക് എലൈറ്റിൻ്റെ കിട്ടിയപ്പോൾ അത് വെച്ച് ചെയ്തെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് നന്നായി കുഴച്ചതിന് ശേഷം നമുക്ക് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് പത്തിരി പരത്തിയെടുക്കണം. ഞാനിവിടെ ഇലയിലാണ് പത്തിരി പരത്തണത്. ഇലയില്ലാത്തവർക്ക് ബട്ടർ പേപ്പറിൽ സ്വല്പം വെളിച്ചെണ്ണയോ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തടവിയിട്ട് പരത്താൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേറ്റ് കമത്തി വെച്ചിട്ട് അതിൻ്റെ ബാക്ക് വശത്തും ഇതേപോലെ വെളിച്ചെണ്ണ പരത്തിയിട്ട് പരത്താം. പരത്തുന്ന രീതിയൊക്കെ ഞാൻ മുന്നേ പൊരിച്ച പത്തിരിയിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയിലേക്ക് എണ്ണ തടവിയതിന് ശേഷം ഓരോ ഉരുളകളാക്കി എടുത്ത് നമുക്ക് പത്തിരി പരത്തിയെടുക്കാം. പത്തിരി ഒത്തിരി കനം വേണ്ട, എന്നാൽ നൈസ് പത്തിരി അല്ല ഇത് ഉദ്ദേശിക്കുന്നത്. ഓട്ടട എന്നൊക്കെ പറയില്ല, അതിൻ്റെ ഒരു ഷേപ്പിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ആദ്യം ഒരു പത്തിരി പരത്തിയതിന് ശേഷം അതിൻ്റെ മേലേക്ക് നമ്മൾ ചിക്കൻ്റെ മിക്സ് വെക്കും. അതിന് ശേഷം അതിൻ്റെ മേലെ ഒരു പത്തിരി കൂടി വെക്കുക, അതിൻ്റെ മേലെ ചിക്കൻ്റെ മിക്സ്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അത്ര ലെയറിൽ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇതിപ്പോൾ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കണത്. പിന്നെ നമ്മൾ വേറെ പത്തിരി ഉണ്ടാക്കിയിട്ട് ചട്ടിയിൽ ചുട്ടെടുക്കും. അതുതന്നെയാണ് സാധാരണ നമ്മൾ ഓട്ടട എന്ന് പറയണത്. പിന്നെ നമ്മൾ ഇലയിൽ ഇത് പരത്തി അതിൻ്റെ ഉള്ളിൽ ഇത് ഫില്ലിങ് വെച്ച് അടച്ച് അട പോലെ നമുക്ക് ചുട്ടെടുക്കാനും സാധിക്കും. നമ്മളിത് 3 രീതി ഇവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പത്തിരി റെഡിയായി. ഇനി നമുക്ക് അങ്ങനെ ഓരോ പത്തിരിയും റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് പത്തിരിയുടെ ഫില്ലിങ് ചെയ്യാം. ഞാനിവിടെ ഒരു പത്തിരി പരത്തിയിട്ട് ഇലയിൽ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമുക്ക് ആവശ്യാനുസരണം ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു ചിക്കൻ വേണമെന്നില്ല. ചിക്കൻ കഴിക്കാത്തവർക്ക് ഇതിലേക്ക് മുട്ട പുഴുങ്ങിയതായാലും പൊടിച്ച് ചേർത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്യാം. നമുക്ക് ആവശ്യാനുസരണം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത്ര വേണം, പക്ഷെ ഒത്തിരി വെച്ചാലാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുക. അതിന് കാരണം അതുകൊണ്ട് ഞാനിതിലേക്ക് നിറയെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കതിൻ്റെ മേലേക്ക് പരത്തി വെച്ച പത്തിരി വെച്ച് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മേലേക്ക് നമുക്ക് ചിക്കൻ വെച്ച് ഫില്ല് ചെയ്യണം.
5 പത്തിരി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാ പത്തിരികളും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതായത് ഇപ്പോൾ ഒരു പത്തിരി വെച്ചു, അതിൻ്റെ മുകളിൽ ഫില്ലിങ്, അങ്ങനെ സ്റ്റെപ്പായിട്ട് 5 പത്തിരികൾ വെച്ചിട്ടുണ്ട്. അത് ഒന്നൊന്ന് യോജിക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡ് ഭാഗം നമ്മൾ, അതായത് ഈ അരിഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമ്മൾ മുകളിൽ നിന്ന് താഴ്ത്തുക അല്ലെങ്കിൽ താഴ്ത്തുനിന്ന് മേലേക്കോ ആക്കിയിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ എല്ലാതും ഒട്ടിപ്പിടിച്ച് ഫില്ലിംഗ് ഒന്നും പുറത്ത് പോവാതെ കറക്റ്റായിട്ട് ഇരുന്നോളും. നമുക്കിതിന് ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കേണ്ടതാണ്. എൻ്റെ സ്റ്റീമർ ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറുത് ഉണ്ടാക്കിയത്. അതായത് നിങ്ങളുടെ സ്റ്റീമർ വലിപ്പമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കൂടി വലിപ്പത്തിലുള്ള പത്തിരികൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ കണ്ടു, ഇങ്ങനെയായിട്ട് ഇരിക്കണം. അതായത് എങ്ങനെ ചെരിച്ചാലും ഫില്ലിംഗ് ഒന്നും പുറത്തു പോവാത്ത രീതിയിൽ വേണം നമ്മളത് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കറക്റ്റാക്കാനായിട്ട്. ഇനി നമുക്കിത് വെന്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോൾ ലെയറൊക്കെ ആയിട്ട് നല്ല പെർഫെക്റ്റ് ടേസ്റ്റും മണവും അതുപോലെ നല്ല ഭംഗിയും ഉണ്ടാവും. നമുക്കിനി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ചതിന് ശേഷം ഇത് ആദ്യമേ വേവിച്ചെടുക്കാം. ലെയർ കൂടുതലുള്ളതുകൊണ്ട് എനിക്കൊരു 15 മിനിറ്റൊക്കെ വേണ്ടി വരും ഇത് വേവാനായിട്ട്. ഞാൻ മുന്നേ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അത്രയും സമയം എടുത്തു. പക്ഷെ നമ്മൾ 2-3 ലെയറിലാണ് ചെയ്യണമെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വെന്ത് കിട്ടും. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഓട്ടട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ മറ്റേ പത്തിരി ഉണ്ടാക്കിയ പോലെ തന്നെയാണ് ഇത് പരത്തി റെഡിയാക്കണത്. അതായത് ഇതിന് ഞാനൊരു 3 സ്റ്റെപ്പാണ് ചെയ്യണത്. അതിന് ശേഷം നമ്മളിത് മൺചട്ടിയിലിട്ട് ചുട്ടെടുക്കുക ചെയ്യണത്. അതാണ് ഓട്ടട. പത്തിരി ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് കറക്റ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് പത്തിരി ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് ചട്ടി വെച്ച് ഒന്ന് കത്തിച്ച് റെഡിയാക്കാം നമുക്ക്. ഇപ്പോൾ അടിഭാഗം വെന്തിട്ടുണ്ടാവും. നമുക്കിത് പൊട്ടാതെ മെല്ലെ മറിച്ചിടാം. ഓട്ടട അങ്ങനെ വെന്ത് കറക്റ്റായിട്ടുണ്ട്. നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് നോക്കാം. വെന്ത് കറക്റ്റായിട്ടുണ്ട്. കണ്ടു, ലെയറൊക്കെ കറക്റ്റായിട്ട് കാണാനുണ്ട്. ഇത് വളരെ ടേസ്റ്റുമാണ്, കാരണം കാണാനും നല്ല ഭംഗിയാണ്. അങ്ങനെ ചിക്കൻ ഫില്ലിങ്ങുള്ള ലെയർ ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം.
ആവിമ വെച്ചിട്ടുള്ള പത്തിരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. വേവ് അറിയാനായിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. കുത്തുന്ന സമയത്ത് ഈ മാവ് അതുമ്പോൾ പിടിക്കുകയാണെങ്കിൽ അത് വെന്തിട്ടില്ല. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി നമ്മൾ അടച്ച് വേവിക്കണം. അതല്ലാന്ന് വെച്ചാൽ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഇതുമ്പോൾ പിടിച്ചിട്ടൊന്നുമില്ല. ഇത് വെന്ത് കറക്റ്റായിട്ടുണ്ട്. എനിക്കൊരു 15 മിനിറ്റ് എടുത്തു ഇത് വേവാനായിട്ട്. ഇനി ഞാനിത് കട്ട് ചെയ്ത് നോക്കുകയാണ്. എത്ര ലെയറുകളാണെന്നറിയോ? ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ചിക്കൻ ഫില്ല് ചെയ്തിട്ടുള്ള ലെയർ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അട എങ്ങനെയാണ് ചുട്ടെടുക്കണമെന്ന് നോക്കാം. ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പത്തിരി, ഓട്ടട, അട ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നന്ദി, നമസ്കാരം.